ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നതായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വര ദേവസ്ഥാനത്ത് ആടുകളെയും പോത്തുകളെയും പന്നികളെയും ബലി നൽകി. ശത്രുഭൈരവി യാഗത്തിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. അതേസമയം DK ശിവകുമാറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യോഗക്ഷേമ സഭാധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. രാഷ്ട്രീയ താല്പര്യമാകാം ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് വെറുതെ പറയുന്ന ഒരു സ്റ്റണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും അത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 14 വർഷമായിട്ട് പോയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നുമില്ല. ഇതൊക്കെ മനുഷ്യനെ കബളിപ്പിക്കാൻ പണം നേടാൻ വേണ്ടിയുള്ള വല്ലതും ചെയ്തെങ്കിൽ, ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ അദ്ദേഹത്തിനോട് പണം വാങ്ങിക്കാൻ വേണ്ടി ചെയ്ത പോലൊക്കെ എനിക്ക് തോന്നുന്നു. ഈ ശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. സർക്കാരിനെ താഴെ ഇറക്കാൻ മൃഗബലി നടന്നെന്ന DK ശിവകുമാറിന്റെ ആരോപണത്തിൽ കർണാടക പോലീസ് വിവരശേഖരണം തുടങ്ങി. കർണാടക ഇന്റലിജൻസ് അംഗങ്ങൾ കണ്ണൂർ ജില്ലയിലെത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകും. അരുൺ, ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്, പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണത്തിന് കർണാടക ഉപമുഖ്യമന്ത്രി തയ്യാറായേക്കുമോ? അവിടുത്തെ കോൺഗ്രസ് സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തയ്യാറായേക്കുമോ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഇത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. അത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരത്തിൽ മൃഗബലി നടത്തിയത് എന്ന തരത്തിലാണ് DK ശിവകുമാറിൻ്റെ പ്രതികരണം പുറത്തു വന്നതായ ആരോപണം പുറത്തു വന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ നിരോധിച്ച മൃഗബലി കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. അത് രാജരാജേശ്വരി ദേവസ്ഥാനത്ത്, അതെവിടെയാണ്, അത് കൃത്യമായ സ്ഥലത്തിൻ്റെ വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. പല അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് DK ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു ചോദ്യത്തിനുണ്ടായ പ്രതികരണമല്ല. ആ ചോദ്യത്തിന് ശേഷം അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിൽ വിശദമായ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ മൃഗങ്ങളെയാണ് ബലി കൊടുത്തത്, ഏത് രീതിയിലാണ് ഇത് നടന്നത് എന്ന്, ഇതാരാണ് നടത്തിയതെന്നും ആരാണ് ചെയ്യിപ്പിച്ചതെന്നും തനിക്കറിയാം, അതിൻ്റെ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്നതാണ് DK ശിവകുമാർ പറഞ്ഞത്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യം പറയണം. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ ആ ചോദ്യം ബാക്കിയാവുമ്പോൾ അത്തരമൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത DK ശിവകുമാർ നൽകിയിട്ടില്ല. ഇത്തരം വലിയൊരു ഗുരുതര ആരോപണം പ്രധാനപ്പെട്ട ഒരു നേതാവ് ആരോപിച്ചിട്ടും അതിന് കൃത്യമായൊരു വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. ഇതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ വലിയ, അതായത് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവാദ വെളിപ്പെടുത്തൽ എന്ന തരത്തിൽ ഇത് മാറിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ DK ശിവകുമാറിന്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം ഈ ഘട്ടത്തിൽ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെയും അതിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് പങ്കുവെക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല. അദ്ദേഹം അത് നടന്നിട്ടുണ്ട് എന്ന് സ്പെസിഫിക്കായി പറയുന്നു. അതിന്റെ ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, അതെവിടെ കൃത്യമായ സ്ഥലം പറഞ്ഞിട്ടില്ല. DK ശിവകുമാർ ആ വാർത്താ സമ്മേളനത്തിൽ ഈ വളരെ കാഷ്വലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഒരു പേപ്പറിൽ എഴുതിയ ഒരു സംഗതി വായിക്കുന്നുണ്ട്. അതായത് ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ നടന്ന സ്ഥലം, അതിനെപ്പറ്റിയൊക്കെ ഒരു പേപ്പറിൽ നോക്കിയാണ് വായിക്കുന്നത്. ആ പൂജയുടെ പേരൊക്കെ പേപ്പറിൽ നോക്കിയാണ് വായിക്കുന്നത്. അപ്പോൾ അത് യാദൃശ്ചികമായി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് തയ്യാറായി തന്നെയാണ് വന്നത്. ഇനി അറിയേണ്ടത് അത് നടത്തിയത് ആരാണ്, അതിൻ്റെ വിവരം. കേരളത്തിൽ നിയമവിരുദ്ധമാണ് മൃഗബലി എന്നതുകൊണ്ട് തന്നെ അതൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ചുമതലയുള്ള ഒരാളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ അദ്ദേഹത്തിന് നിയമപരമായ ബാധ്യത പോലും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയും എന്ന് കരുതാം. ഞാൻ അരുണിലേക്ക് വരാം. സജോ, ഇതിലിപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കർണാടകയിൽ നിന്ന് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവരുടെ ദൗത്യം? യഥാർത്ഥത്തിൽ ഈ വിവരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കണമല്ലോ കർണാടക സർക്കാർ. ഇത്
ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നു എന്ന് അവർ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടി കേരള സർക്കാരിനോട് നിയമപരമായി തന്നെ കർണാടക സർക്കാർ പങ്കുവയ്ക്കേണ്ടതാണല്ലോ അല്ലേ? വിജയകുമാർ, ഒന്നാമത്തെ കാര്യം, കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകുന്ന സൂചനകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത്തരം മൃഗബലികൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതായാലും കണ്ണൂരിനെ സംബന്ധിച്ചുണ്ട് എന്ന് കരുതാൻ വയ്യ. അങ്ങനെ അദ്ദേഹം പറയുന്ന സൂചനകളിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഇത്രയും വലിയൊരു മൃഗബലിയൊന്നും നടക്കുന്ന സ്ഥലങ്ങളില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതൊരു വേറൊരു കാര്യമാണ്. മറ്റൊന്ന്, കണ്ണൂരുമായി വളരെ അടുത്ത അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കർണാടക. അവിടെ നിന്ന് ധാരാളം നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ധാരാളം നേതാക്കൾ കണ്ണൂരിലെ വിവിധ കാവുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനത്തിനായും മറ്റും വഴിപാട് സമർപ്പിക്കാനും ഒക്കെയായി സ്ഥിരമായി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം എന്ന നിലയ്ക്ക് കൂടി കാണണം. പക്ഷേ അദ്ദേഹം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ സ്ഥലങ്ങളിലൊന്നും ഇത്തരം പ്രത്യേകിച്ച് കോഴി ഗുരുതിയൊക്കെ നടക്കുന്ന ചില കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇദ്ദേഹം പറയും പോലെയുള്ള ആരോപണത്തിൽ പറയും പോലെയുള്ള പ്രത്യേകിച്ച് BJP-യോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണിയുടെ ഒക്കെ കേസുള്ളത് കൊണ്ട് JDS-നെയോ ഒക്കെ ലക്ഷ്യം വെച്ചായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത്. അതൊരു പക്ഷേ ആചാരപരമായ വിശ്വാസപരമായ കാര്യം എന്നതിനേക്ക് അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ ആരോപണമായി കർണാടകയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിന് സമീപത്ത് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലുള്ളത്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഈ നിലയ്ക്കുള്ള ഒരു മൃഗബലി നടക്കുന്നില്ല എന്നത് വസ്തുതയാണ്. കർണാടകയിൽ നിന്നുള്ള ഇന്റലിജൻസ് സംഘം കണ്ണൂരിലുണ്ട്. അവർ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച് അതിൽ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. അവർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് സംബന്ധിച്ച് ആധികാരികമായ ഒരു വിവരവും കേരള സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് പിന്നാലെ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ കേരള സ്പെഷ്യൽ ബ്രാഞ്ച് സ്വന്തം നിലയ്ക്ക് തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കർണാടക ഇന്റലിജൻസ് ഇവിടെ എത്തിയ വിവരം കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഇന്റലിജൻസുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്, വിവരങ്ങൾക്ക് അവർ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒഫീഷ്യലായ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് ഏത് നിലയ്ക്കാണെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടെന്ന് കേരള സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഈ പറയും പോലെ ആരോപണത്തിൽ പറയും പോലെ ഒരു സംഗതി എവിടെയെങ്കിലും നടന്നതായി ഇതുവരെ അവർക്ക് സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല. മറ്റേതെങ്കിലും സ്വകാര്യ ഇടത്ത് നടന്നിട്ടുണ്ടോ എന്നത് പരിശോധനയിൽ മാത്രം പുറത്തു വരേണ്ടതാണ്. എന്തായാലും ഈ വിവരശേഖരണത്തിനായി കർണാടക ഇന്റലിജൻസ് സംഘം ഇപ്പോൾ കണ്ണൂരിലുണ്ട്. യെസ്, അദ്ദേഹം പറയുന്നത് ആടുകളെയും പോത്തുകളെയും പന്നികളെയും ഒക്കെ ബലി നൽകി ശത്രുഭൈരവി യാഗം ആണ് നടന്നത്, അതിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാം എന്നൊക്കെയാണ് DK ശിവകുമാർ പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അതിൻ്റെ വിവരങ്ങൾ കൈമാറുമായിരിക്കും. കാരണം അതൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നു, മൃഗബലി അത് നടന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതെവിടെ നടന്നു, ആര് നടത്തി, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി അദ്ദേഹം ഔദ്യോഗികമായി തന്നെ കേരള സർക്കാരിനെ അറിയിക്കും എന്ന് കരുതാം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നുമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഹരിപ്പാട് പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ്പെടുത്തില്ല എന്നതാണ് ആരോപണം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നും കുടുംബം ആരോപിച്ചു. നമ്മൾ അവരോട് നിർബന്ധിച്ചല്ലോ ഇഞ്ചക്ഷൻ എടുക്കാൻ. ഇഞ്ചക്ഷൻ എടുക്കാൻ നമ്മളല്ലല്ലോ നിർബന്ധിക്കുന്നേ, നമ്മളെ അല്ലല്ലോ അവരോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുന്നത്. അവർ പറയണ്ടായോ? പറഞ്ഞില്ല. പക്ഷേ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ ഇതിലില്ല എൻ്റെ കുഞ്ഞിന്ന് ഈ അവസ്ഥയെ വന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, സാധാരണ ഒരു നായ കടിച്ചൊരു ആശുപത്രിയിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ വാക്സിൻ എടുക്കുക, അതിന് ആ ആശുപത്രി ഇല്ലെങ്കിൽ അതുള്ള ആശുപത്രിയിലേക്ക് നമ്മളെ റെഫർ ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളായി നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. എന്തുകൊണ്ടാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു നായകടി എത്തിയ കുട്ടിക്ക് ആ വാക്സിൻ എടുക്കാതിരുന്നത്? അത് ഗുരുതര ആരോപണം തന്നെയാണല്ലോ ഉയരുന്നത്. അക്കാര്യത്തിൽ ഈ ഡോക്ടർക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തല്ലോ അല്ലേ? വിജയകുമാർ, അതെ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അനാസ്ഥ ഉണ്ട്, ഡോക്ടർമാരുടെ ഭാഗത്തുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് വയറിൻ്റെ താഴ്ഭാഗത്തൊരു പാടുണ്ടായിരുന്നു. ഇത് നായ ആക്രമിച്ചതാണെന്ന് കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ അത് കല്ലുകൊണ്ട് തട്ടിയതാകാമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നത് PG ഡോക്ടർമാരാണ്, താരതമ്യേന ജൂനിയർ ഡോക്ടർമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മുതിർന്ന ഡോക്ടർമാർ ആരും ഇല്ലായിരുന്നു. വേണ്ട ചികിത്സയോ അല്ലെങ്കിൽ മറ്റ് പരിശോധനയോ ഒരു നായയുമായിട്ട് ഉണ്ടായ ഇടപഴകലിൽ അതിന് വേണ്ട വാക്സിനേഷനോ
കുത്തിവയ്പ് ഒന്നും നടത്താനുള്ള നിർദ്ദേശം നൽകിയില്ല. ഈ കുട്ടിക്ക് വേദന സംഹാര ഗുളിക നൽകി, മറ്റ് സാധാരണ ഗുളികകൾ നൽകി കുട്ടിയെ പറഞ്ഞു വിടുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 21-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഞാൻ നിലവിൽ നിൽക്കുന്നത് മരണപ്പെട്ട ദേവനാരായണൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ദീപുവിൻ്റെ മകൻ 3-ാം ക്ലാസ്സുകാരൻ 8 വയസ്സുകാരൻ ദേവനാരായണൻ കഴിഞ്ഞ ഏപ്രിൽ മാസം 21-നാണ് വീടിൻ്റെ വാതിൽക്കൽ വെച്ച് തൻ്റെ അനുജത്തിയെ ഒരു നായ ആക്രമിക്കാൻ എത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി പന്ത് കൊണ്ട് ആ തെരുവ് നായ എറിയുകയും ഈ നായ ദേവനാരായണൻ്റെ മേത്തേക്ക് ചാടി വീഴുകയും ഒരു കാണയിലേക്ക് ഇവർ വീഴുകയും ചെയ്തു. പിന്നീട് കുട്ടിയുടെ ദേഹത്ത് പാട് കണ്ട് കുടുംബം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 21-ന് തന്നെ അതേ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഈ കണ്ട പാട് കണ്ടിട്ട് അവർ ഗൗനിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞത് അത് സാധാരണ കല്ലുകൊണ്ട പാടാണ്, അത് പട്ടി ആക്രമിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഡോക്ടർമാർ നിലപാടിലെടുത്തു. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വഷളായത് ആഴ്ചകൾക്ക് മുൻപാണ്. അങ്ങനെ കുട്ടിക്ക് പനി ഉണ്ടാകുന്നു, ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നു, പിന്നീട് ശ്വാസം മുട്ടലുണ്ടാകുന്നു. അങ്ങനെ ആരോഗ്യനില വഷളായി കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിച്ചു തുടങ്ങിയ സമയത്താണ് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹരിപ്പാട് പള്ളിപ്പാട് തന്നെ ഒരു പശു പേവിഷബാധയേറ്റ് ചത്ത സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ അതോടുകൂടി തന്നെ കുടുംബം ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിയിരുന്നു. പിന്നീട് അവിടെയുള്ള ചികിത്സയ്ക്കൊന്നും ഫലപ്രദമായ ചികിത്സ നൽകാനായി അവിടെ വെച്ച് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 8 വയസ്സുകാരൻ 3-ാം ക്ലാസ്സുകാരൻ ദേവനാരായണൻ മരണപ്പെട്ടത്. വിജയകുമാർ. യെസ്, അതിദാരുണമായ സംഭവം. 8 വയസ്സുകാരൻ മരിച്ചു. ഡോക്ടർക്കെതിരെ വലിയ ആരോപണമാണ് ഉയരുന്നത്. നായയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ് എടുത്തില്ല എന്നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെതിരെ ഉയരുന്ന ആരോപണം. വേണ്ട ചികിത്സ നൽകിയിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. അതൊരു നായയെ ആക്രമിച്ചതല്ല, കല്ലുകൊണ്ടുണ്ടായ മുറിവാണ് എന്നൊരു ഡോക്ടർ നിഗമനത്തിലെത്തുകയും അതനുസരിച്ച് മാത്രം ചികിത്സ നടത്തുകയും ചെയ്തതാണ്. പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ആ കുടുംബത്തോട് പറഞ്ഞില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് ആശുപത്രിക്ക് ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത് എന്നാണ് അറിയേണ്ടത്. ആരോഗ്യവകുപ്പിന് എന്താണ് പറയാനുള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നതാണ് ഈ ഉച്ചയ്ക്ക് വരുന്ന സങ്കടകരമായ വാർത്ത. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. എൽ ഡി എഫിലെ വാഴൂർ സോമനെതിരായ UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് നൽകിയ ഹർജിയാണ് തള്ളിയത്. വിധി നിരാശാജനകമെന്നും വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സിറിയക് തോമസ് പ്രതികരിച്ചു. നോമിനേഷൻ സമയത്ത് വാഴൂർ സോമൻ നൽകിയ അഫിഡവിറ്റിൽ ഏതാണ്ട് 16ഓളം കോളം ബ്ലാങ്കായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം അത് എൻ്റെ ചൂട് പിടിച്ചാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റ് പല വിധികളും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പം ജഡ്ജ്മെൻറ്റ് കണ്ടില്ല. ജഡ്ജ്മെൻറ്റ് വരുമ്പോഴെന്താണ് കോടതി അതിനകത്ത് ഒരു തീർപ്പെടുത്തുന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് പഠിച്ചതിന് ശേഷം എൻ്റെ അഭിഭാഷകനോടും അതുപോലെ തന്നെ നിയമ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയത് ഏതൊക്കെ നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്? ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് വിരമിക്കാനിരിക്കുന്ന ജസ്റ്റിസ് മേരി തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ച് ഏറ്റവും ഒടുവിൽ ഈ വിധി പ്രസ്താവം പുറപ്പെടുവിച്ചത്. ഇതിൽ വാഴൂർ സോമൻ ആശ്വാസം, സിറിയക് തോമസിന് തിരിച്ചടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ ജൂൺ 5-ാം തീയതി മാത്രമേ ഈ ഉത്തരവിന്റെ വിശദമായ വിധിപ്പകർപ്പ് കിട്ടുകയുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഡിസ്മിസ്ഡ് എന്ന രീതിയിലാണ് ഈ കേസ് വിധി പ്രസ്താവിച്ച് ജസ്റ്റിസ് മേരി ജോസഫ് ഇന്ന് പടിയിറങ്ങുന്നത്. പ്രധാനമായും ഉയർന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ്. ഈ LDF സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമനെ വിജയിയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി റദ്ദാക്കണം. ഇതായിരുന്നു സിറിയക് തോമസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, വാഴൂർ സോമന്റെ ഈ നാമനിർദ്ദേശ പത്രിക അത് അപൂർണമായിരുന്നു. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അംഗീകരിച്ചു, റിട്ടേണിംഗ് ഓഫീസർ ഇത് അംഗീകരിച്ചു എന്നുള്ളതും ചൂണ്ടിക്കാട്ടി. ഇത് നിയമവിരുദ്ധമായ കാര്യമാണ് എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ സിറിയക് തോമസിന് സാധിക്കുകയുണ്ടായില്ല. ഒപ്പം തന്നെ ഇരട്ടപ്പദവി വിഷയം, സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ചെയർമാനായിരിക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചു. ഇത് ഇരട്ടപ്പദവിയാണ്, അതിന്റെ പരിധിയിൽ വരും എന്നും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതും കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായും വാഴൂർ സോമൻ അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു. സമാനമായൊരു വിധി അടുത്ത ഇടെ വന്നത് തൃപ്പൂണിത്തറ കേസിൽ കെ ബാബുവിന് അനുകൂലമായ വിധിയാണ്. സ്വരാജിന്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ആ വിധി.
യെസ്, തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന UDF സ്ഥാനാർത്ഥിയുടെ ആവശ്യം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. അതിൽ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതൊക്കെ നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF സ്ഥാനാർത്ഥിയുടെ ശ്രീയക് തോമസിന്റെ ഹർജി കോടതി തള്ളിയത് എന്നത് ജഡ്ജ്മെന്റിന്റെ വിശദാംശങ്ങളിലായിരിക്കും ഉണ്ടാവുക. മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഹർജിക്കാരൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ട വോട്ടെടുപ്പ് നാളെ. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണസി അടക്കം 57 മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ ബൂത്തിലെത്തുന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. RK, രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നാളെ നടക്കുകയാണ്. നാളെ വൈകിട്ടോടെ എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും അതുപോലെ ഏജൻസികളുടെയും ഒക്കെ എക്സിറ്റ് പോളുകളിലാണ് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ഇനി. അപ്പോൾ നാളത്തെ ബൂത്തിലേക്ക് എത്തുന്ന മണ്ഡലങ്ങളുടെ പ്രത്യേകത അത് എത്രത്തോളം നിർണായകമാണ് BJPക്കും പ്രതിപക്ഷ മുന്നണിക്കുമൊക്കെ? വിജയൻ, നമ്മൾ ഈ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബൂത്തുകളിലേക്ക് ആളുകൾ എത്തുന്നതിൽ വൈമനസ്യം കാട്ടുന്നു എന്നുള്ളതാണ്. പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 57 മണ്ഡലങ്ങളിലേക്ക് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിർണായകം എന്നാണ് ഇരു കക്ഷികളുടെയും വിലയിരുത്തൽ. BJPയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളും വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി നിലയുറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയും ആ വിധത്തിലാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. 57 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാരണാസി തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള വാരണാസിയിൽ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനാണ് അജയ് റായിയെ ഇറക്കി കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് അജയ് റായ്. നിലവിൽ ഇന്ന് നടക്കുന്ന നിശബ്ദ പ്രചരണ ദിവസവും രാവിലെ മുതൽ തന്നെ എല്ലായിടങ്ങളിലും മത്സരബുദ്ധിയോടുകൂടി വീട് കയറുന്ന ഈ പാർട്ടി പ്രവർത്തകരെയാണ് വാരണാസിയിൽ നിന്ന് ഉള്ള വിവരമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റെല്ലായിടങ്ങളിലും നടക്കുന്നതും ശക്തമായിട്ടുള്ള പ്രചരണം തന്നെയാണ്. നാളെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ, വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ട് മുന്നണികളും, ഇന്ത്യ മുന്നണിയും ഒപ്പം BJPയും നിലവിലുള്ള സാഹചര്യം വിലയിരുത്തും, തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യും. പുറത്തു വരുന്ന ഫലം ഏതെങ്കിലും വിധത്തിൽ തൂക്ക് സഭയുടേത് ഉൾപ്പെടെയുള്ളതാണെങ്കിൽ ഏത് വിധത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും രണ്ട് വിഭാഗവും വിലയിരുത്തുക. അഥവാ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരു മുന്നണികളും വിലയിരുത്തും. നാളെ രണ്ട് പാർട്ടികളും അവരവരുടെ നേതൃയോഗങ്ങൾ രണ്ട് മുന്നണികളും അവരവരുടെ നേതൃയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വിജയൻ, RK, നാളെ ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. സാധ്യതകളൊക്കെ പരമാവധി ഉപയോഗിക്കാനുള്ള നീക്കമായിരിക്കാം. പ്രധാനമന്ത്രിയുടെ ധ്യാനം കന്യാകുമാരിയിൽ തുടരുന്നു. ആകെ രാഷ്ട്രീയ വാർത്തകൾ കൊണ്ട് നിറയുന്ന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് രാജ്യമാകെ, അല്ലേ? തീർച്ചയായിട്ടും ആണ് വിജയൻ. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി നിലയുറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിലയുറപ്പിക്കുക എന്നതിലുപരി അധികാരം നേടാനായി സാധിക്കും എന്നുള്ളതാണ്. ആ വിധത്തിലാണ് പ്രചരണം അവസാന ഘട്ടത്തിൽ അവർ അവരുടെ ശൈലി മാറ്റിയിട്ടുള്ളത്. തീർത്തും ഡിഫൻസീവായിട്ടുള്ള രീതിയിലായിരുന്ന പ്രതിപക്ഷ നിര ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഭരണപക്ഷത്തിന് വളരെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിലേക്ക് പലയിടങ്ങളിലും മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഞാൻ ഈ സൂചിപ്പിച്ച വാരണാസി. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നുണ്ട്. അവിടെ ഒരു നാളത്തെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്തും. അത് ചില സൂചനകളൊക്കെ ആവാതിരിക്കാം. എന്തായാലും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രാജ്യമാകെ. നാളെയോടുകൂടി അത് കഴിഞ്ഞാൽ പിന്നെ ഫലപ്രഖ്യാപനത്തിന്റെ മണിക്കൂറുകൾ. അങ്ങനെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൊണ്ട് ചർച്ചയാകാൻ പോകുന്ന വാർത്താ മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു.